അപ്പോൾ 7th ക്ലാസ്സിൻ്റെ തേർഡ് ചാപ്റ്ററായ മൊഴിപൊഴിയും അഴകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മൊഴിപൊഴിയും അഴകിൽ ഫസ്റ്റ് തന്നെ പറയുന്നത്, വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. പ്രൊഫസർ വി മധുസൂദനൻ നായരുടേതാണ്. അത് നമുക്ക് പിന്നീട് വായിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ മരവും മരത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മുടെ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള മരത്തിൽ വാക്കുമരത്തിൽ എന്തെല്ലാമാണുള്ളത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വാക്കുമരത്തിൻ്റെ അകത്ത് എന്തെല്ലാമാണുള്ളത്? കഥ, കവിത, പഴഞ്ചൊല്ല്, ശൈലി, കടങ്കഥ, നാടകം, ലേഖനം, നോവല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വാക്കുമരത്തിൽ ഉള്ളത്. അപ്പം വാക്കുമരത്തിൽ ഇതിൽ കൂടുതൽ ഒന്നും ഇല്ല. ഇനി നമുക്ക് വാക്കെൻ്റെ അച്ഛനും അമ്മയുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു എന്ന പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ ആ കവിതയുടെ 2 വരികളുടെ ആശയങ്ങൾ നമുക്കൊന്ന് വെളിപ്പെടുത്താം. തൻ്റെ അച്ഛനും അമ്മയുമായ വാക്കിൻ്റെ വിരൽ തൂങ്ങിയാണ് താൻ നടക്കുന്നത് എന്നാണ് കവി പറയുന്നത്. കാരണം അച്ഛനും അമ്മയും പോലെ തന്നെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സാധനം തന്നെ ഒന്ന് തന്നെയാണ് ഭാഷ, അല്ലെങ്കിൽ വാക്കാണ് നമുക്ക് ഏതൊരു കാര്യത്തിനും ആവശ്യമായിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് മധുസൂദനൻ നായരുടെ വരികൾ. വാക്കിന് ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് എന്തെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെ, ഒരു കവിത തന്നെയാണ് പ്രൊഫസർ മധുസൂദനൻ നായരുടെ വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു എന്നത്. ആ ഒരു കവിത, വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. മലയാള ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളാണ് കവിതാശകലത്തിലും വാക്കുമരത്തിലും കാണാൻ കഴിയുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവിതേൻ്റെ അകത്തും വാക്കുമരത്തിൻ്റെ അകത്തും കാണാൻ കഴിയുന്നത് നമ്മുടെ മലയാള ഭാഷയുടെ ശക്തി സൗന്ദര്യമാണ്. മലയാള ഭാഷയിൽ വളരെ ശക്തിപ്രദവും സൗന്ദര്യപ്രദവുമായ കാര്യങ്ങളാണ് കഥ, കവിത, പഴഞ്ചൊല്ല്, കടങ്കഥ, ശൈലി, നോവല്, ലേഖനം, നാടകം, അതുപോലെ തന്നെ വാക്ക് അമ്മയും അച്ഛനെയും പോലെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം റിയാലിറ്റിയിൽ അത് റിയലായിട്ടുള്ള ഒരു കാര്യം തന്നെ. ആശയപ്രകാശത്തിനുള്ള മുഖ്യ ഉപാധിയാണ് ഭാഷ. നമ്മുടെ ആശയം അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം മറ്റൊരാളോട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം നല്ല കാര്യമാണ് ഭാഷ എന്നാണ് പറയുന്നത്. സാമൂഹിക ജീവിതത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടാനും മനുഷ്യരെ പ്രാപ്തരാക്കുന്നതും ഭാഷ തന്നെയാണ്. അതും ഉള്ള കാര്യമാണ്. സമൂഹ ജീവിതത്തിൽ ഭാഷയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ എന്താ പറയുക, ജനമൈത്രി ഇല്ലാതാകും. ജീവിത പരിസരത്തു നിന്ന് ആർജിക്കുന്ന ആശയങ്ങളും അനുഭവങ്ങളും കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും സന്ദർഭോചിതമായിട്ട് വിനിമയം ചെയ്യാൻ ആവശ്യമാണ്. ഭാഷയാണ് നമുക്ക് പല കാര്യങ്ങളെ വിനിമയം ചെയ്യാനും വിശദീകരിക്കാനെല്ലാം ഒരു ഭാഷയാണ് നമുക്ക് വേണ്ടത്. ഒരു ഭാഷയിൽ തന്നെ നിരവധി ഭാഷാഭേദങ്ങളുണ്ട്. ഒരു ഭാഷയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവ ഭാഷയുടെ വൈവിധ്യത്തെയും സൗന്ദര്യത്തെയുമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഭാഷേൻ്റെ ഉള്ളിലുള്ള പല പ്രത്യേകതകളും ഭാഷയുടെ സൗന്ദര്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആശയത്തിൻ്റെയും ഭാവനയുടെയും വിശാല ലോകത്ത് ഉയരാൻ കരുത്ത് നൽകുന്നതാണ് ഭാഷാജ്ഞാനം. നമുക്ക് ആശയവിനിമയത്തിൻ്റെയും എന്ന് വെച്ചാൽ നമുക്കൊരാളോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഭാവനയുടെയും ഒക്കെ വിശാല ലോകത്ത് ഉയരാൻ വേണ്ടിയിട്ട് കരുത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനം തന്നെ ഭാഷാജ്ഞാനം, നമ്മുടെ ഭാഷയെ ഓർക്കുക എന്നുള്ളത്. നാം പറയുന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ വാക്കിൽ നമ്മളൊരു സംഭവം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് പലതിനെയും മാറ്റിമറിക്കാനുള്ളതാണ്. നമ്മുടെ അച്ഛനെ പോലെ അമ്മയെ പോലെ നമ്മൾ പറയുന്ന വാക്ക് വിലയേറിയതാണ്. നമ്മൾ അച്ഛനെയും അമ്മയും പോലെ തന്നെ വളരെ വിലയേറിയതാണ് നമ്മൾ പറയുന്ന വാക്കുകൾ. അതിലൊരു ചെറിയ തെറ്റ് പറ്റിയാൽ എല്ലാം മാറും. വാക്കുകൾ നമ്മുടെ സംസ്കാരത്തെ, ജീവിതത്തെ, വ്യക്തിത്വത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്നു. നമ്മുടെ വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും ജീവിതത്തെയും എല്ലാം വാക്കുകൾ അടയാളപ്പെടുത്തുന്നു.
നമ്മുടെ വാക്കുകൾക്ക് നമ്മെ മുമ്പോട്ടും പിന്നോട്ടും നയിക്കാനുള്ള ശക്തിയുണ്ട്. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ കഴിവുകളും പല കാര്യങ്ങളും കഴിവുകളും അവസരങ്ങളും ജയങ്ങളും വിജയം ഒക്കെ. പിന്നെ നമുക്ക് കുറച്ച് വേർഡ്സൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ പല യൂട്യൂബ് ചാനലും കാണുന്നതാണ് അങ്ങനെ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ പാഠം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ്. വാക്കുകളുടെ നടനം, വരകളുടെ ലയനം, ഭാഷ ചിലങ്ക കെട്ടുന്നു എന്നുള്ളത് നമ്മൾ വായിച്ച് നോക്കുക. അതിന് താഴെയുള്ള കാവ്യനർത്തകി നമുക്ക് ഈണത്തിലൊന്ന് ചൊല്ലി നോക്കാം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. അപ്പോൾ കാഞ്ചന കാഞ്ചി കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിലൊഴി ഇലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്നതായി മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. ഒന്നും കൂടി ഇതിനകത്ത് ചൊല്ലി നോക്കാം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന. ഒന്നും കൂടി നിങ്ങളൊന്ന് ചൊല്ലുക. കാരണം നമുക്കൊരു കാര്യം ചെയ്യുന്ന സമയം ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൊണ്ടാണ് പാഠം തുടങ്ങുന്നതിന് മുമ്പ് അത് തന്നെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയായിലൊളിയിലകൾ ചിന്നി അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്നതായി മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അർത്ഥം നമുക്ക് നോക്കാം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്നത് മലയാള ഭാഷയുടെ മലയാള കവിതയുടെ തന്നെ ശബ്ദഭംഗിയെ സൂചിപ്പിക്കുന്ന വരികളാണ്. കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ശബ്ദഭംഗിയിൽ ശ്രദ്ധിച്ചാണ് കവി ചങ്ങമ്പുഴ കാഞ്ചന കാഞ്ചി കിലുങ്ങി കിലുങ്ങി എന്ന കവിത ഇതാക്കിയത്. മലയാള കവിതയുടെ ഭാവതാള ഒരു മിനിറ്റ് കനകച്ചിലങ്കേൻ്റെ തന്നെയാണത് ബാക്കി കേട്ടോ. അപ്പോൾ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നത് മലയാള ഭാഷയുടെ മലയാള കവിതയുടെ തന്നെ ശബ്ദഭംഗിയെ സൂചിപ്പിക്കുന്ന വരികളാണ്. ശബ്ദഭംഗിയിൽ ശ്രദ്ധിച്ച കവിയാണ് ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നത് മലയാള കവിതയുടെ ഭാവതാള ഭംഗിയാണ്. കാരണം കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്നത് മലയാള കവിതയുടെ മലയാള ഭാഷയുടേതും മലയാള കവിതയുടേത് തന്നെ ശബ്ദഭംഗിയെ സൂചിപ്പിക്കുന്ന വരികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചങ്ങമ്പുഴ എന്ന് പറയുന്നത് ശബ്ദഭംഗിയിൽ ശ്രദ്ധിച്ച ഒരു കവിയാണ്. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നത് മലയാള കവിതയുടെ ഭാവതാള ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. കാഞ്ചി അരയിൽ ധരിക്കുന്ന ആഭരണമാണ്. ഈ കാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയിൽ ധരിക്കുന്ന ഒരു ആഭരണമാണ്. കവിതയിലെ പദങ്ങളെ കണ്ണിച്ചേർക്കുന്ന താളഭംഗിയെ അത് സൂചിപ്പിക്കുന്നു. കവിതയുടെ ഓരോ വരികളെയും കൂട്ടിച്ചേർക്കുന്ന എന്താ പറയുക താളഭംഗി അത് എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നു. അങ്ങനെ തന്നെ മലയാള കവിതയെ കാവ്യനർത്തകിയായി കവി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. അതുപോലെ തന്നെ മലയാള കവിതയെ കാവ്യനർത്തകിയായിട്ട് കവി സങ്കല്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ മനുഷ്യരാണ് എന്ത് ചെയ്യുന്നത് ഈ
കനകച്ചിലങ്കയൊക്കെ എന്ത് ചെയ്യുന്നത് ധരിക്കുന്നത്. പക്ഷേ ഇവിടെ ആരാ മലയാള കവിതയാണ് ധരിക്കുന്നത്. കവിയുടെ കാവ്യ നർത്തകിയായിട്ട് കവി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാവ്യ നർത്തകി കവിയുടെ മുന്നിൽ കനകച്ചിലങ്ക കിലുക്കിക്കൊണ്ടും കാഞ്ചന കാഞ്ചി കുലുക്കിക്കൊണ്ടും മതിമറന്ന് നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാവ്യനർത്തകിയും കടമിഴിക്കോണുകളിൽ ഒന്നും കൂടി പറയാം. കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങിക്കിടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമിഴിക്കോണ് എന്ന് വെച്ചാൽ കണ്ണുകളിൽ രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട് സ്വപ്നങ്ങൾ മയങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്വപ്നങ്ങളും മയങ്ങിക്കിടക്കുന്നുണ്ട്. അവളുടെ ചെഞ്ചുണ്ടിലാണ് അതാണ് പറയുന്നത്. കതിരുതിർ പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ചെഞ്ചുണ്ടിൽ, അതായത് കവിതയുടെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി എന്ന് വെച്ചാൽ പൂ പോലുള്ള ചിരി എന്ത് ചെയ്തിരുന്നു കതിരിട്ടു നിൽക്കുന്നുണ്ടായിരുന്നു, മുഖത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മലയാള കവിത കവിയുടെ മുന്നിൽ കവിയുടെ മുന്നിൽ മതിമറന്ന് നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് കവി ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് വരി ശ്രദ്ധിക്കാം. ഒഴുകുമുടയാടയിലൊഴിയിലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി. മലയാള കവിതയുടെ മായിക നൃത്തം ആവിഷ്കാരത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കവിയെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സർഗസൗന്ദര്യത്തിൻ്റെ ആയിരം സ്വർഗങ്ങൾ ഒരു മിനിറ്റ് സ്വർഗങ്ങൾ തീർക്കവേ മായികമായ അവളുടെ നടനം പെട്ടെന്ന് നിർത്തിയത് കവിയെ അമ്പരിപ്പിക്കുന്നു. കവി ഇവിടെ സർഗലയത്തിൽ നിന്നും കവിയുടെ സർഗാലയത്തിൽ നിന്നും സ്വപ്നലോകത്തിൽ നിന്നും യാഥാർത്ഥ ലോകത്തേക്ക് നിലം പതിക്കുകയാണ് ചെയ്യുന്നത്. അത് കവിയെ ദുഃഖത്തിലാഴ്ത്തുന്നു. അതാണ് പറയുന്നത് മനോഹര ശുഭനർത്തനമാടുകയായി മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതയെ. എൻ്റെ നൃത്തം പെട്ടെന്ന് നിർത്തിയ സമയത്ത് കവിയുടെ മനസ്സ് ദുഃഖത്തിൽ ആഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞത് ഈ കവിതയുടെ മൊത്തം ആശയമാണ്. നമുക്കിതിൻ്റെ ഫുൾ ആശയം ലാസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ അങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഇന്ന വരിയാണെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വരികളിൽ നിന്നും ഒരുപാട് ദൂരം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഫുള്ളായിട്ട് ഒന്ന് പഠിക്കാം. നോക്കുക. കനകച്ചിലങ്ക കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി. അപ്പോൾ കനകച്ചിലങ്ക കിലുങ്ങി എന്നത് മലയാള കവിതയുടെ തന്നെ ശബ്ദഭംഗിയെ സൂചിപ്പിക്കുന്ന വരികളാണ്. അതുപോലെ തന്നെ ശബ്ദഭംഗിയിൽ ശ്രദ്ധിച്ച കവിയാണ് ചങ്ങമ്പുഴ. കാഞ്ചന കാഞ്ചി കുലുങ്ങി എന്നത് മലയാള കവിതയുടെ ഭാവതാള ഭംഗിയാണ് സൂചിപ്പിക്കുന്നത്. കാഞ്ചി അരയിൽ ധരിക്കുന്ന ഒരു ആഭരണമാണ്. കവിതയിലെ പദങ്ങളെ കണ്ണിച്ചേർക്കുന്ന താളഭംഗിയായ അത് സൂചിപ്പിക്കുന്നു. ഈ ഒരു വരിയുടെ ആശയമാണ്. ഈ ഒരു വരിക്ക് പ്രത്യേക ആശയങ്ങളില്ല. ഇത് കാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയിൽ ധരിക്കുന്ന ഒരു ആഭരണമാണ്. കനകച്ചിലങ്ക കിലുങ്ങി എന്നത് മലയാള കവിതയുടെ തന്നെ ശബ്ദഭംഗിയെ സൂചിപ്പിക്കുന്ന വരികളാണ്. അതുപോലെ തന്നെ കാഞ്ചന കാഞ്ചി കുലുങ്ങി എന്നത് മലയാള ഭാഷയുടെ ഭാവനയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആ ഒരു വരികളാണ്. കനകച്ചിലങ്ക കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതു പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയായിലൊഴി ഇഴകൾ ചിന്നി അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി മനോഹര ശുഭനർത്തനമാടുകയായി മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതയെ. മലയാള കവിതയെ കാവ്യനർത്തകിയായി കവി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. കാവ്യനർത്തകി കവിയുടെ
കവിയുടെ മുന്നിൽ കനകച്ചിലങ്ക കിലുങ്ങിക്കൊണ്ടും കാഞ്ചന കാഞ്ചി കുലുക്കിക്കൊണ്ടും മതിമറന്ന് നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാവ്യനർത്തകിയുടെ കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒഴുകുമി തൊഴിലാർന്ന ചിന്നി അഴകൊന്നു ചിന്നി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. അതായത് കാവ്യനർത്തകിയുടെ കടമിഴികൾ കോണുകളിൽ സ്വപ്നങ്ങൾ മയങ്ങിക്കിടക്കുകയാണ്. അവളുടെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി കതിർച്ചൂടി നിൽക്കുകയാണ്. മലയാള കവിത അതായത് മതിമനോഹര ശുഭനർത്തനമാടുകയായി മഹിതേ മമ മുന്നിൽ നിന്നു നീ. മലയാള കവിത കവിയുടെ മുന്നിൽ മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികേ നീ നിൻ നടനം നടത്തി. മലയാള കവിതയുടെ മായിക നൃത്തം ആവിഷ്കാരത്തിൻ്റെ വിസ്മയത്തിലേക്ക് കവിയെ എത്തിക്കുകയാണ് ചെയ്തത്. സ്വർഗസൗന്ദര്യത്തിൻ്റെ ആയിരം സ്വർഗങ്ങൾ തീർക്കവേ മായികമായ അവളുടെ നടനം പെട്ടെന്ന് നിർത്തുകയാണ്, കവിയെ അമ്പരപ്പിക്കുകയാണ്. അതായത് മതിമനോഹര ശുഭനർത്തനമായി മമിതേ മമ മുന്നിൽ നിന്നു നീ. മലയാള കവിതയായിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികേ നീ നിൻ നടനം നടത്തി. മലയാള കവിതയുടെ മായിക നൃത്തം ആവിഷ്കാരത്തിൻ്റെ വിസ്മയതയിലേക്ക് കവിയെ എത്തിക്കുന്നു. സർഗസൗന്ദര്യത്തിൻ്റെ ആയിരം സ്വർഗങ്ങൾ തീർക്കവേ മായികമായ അവളുടെ നടനം പെട്ടെന്ന് നിർത്തിയത് കവിയെ അമ്പരപ്പിക്കുന്നു. കവി കുഴഞ്ഞാടു ഗുണമിളിതേ തുഞ്ചൻ്റെ തുള്ളൽ കണികൊട്ടിയ കവിതേ. കവി ഇവിടെ സ്വകാലയത്തിൽ നിന്നും സ്വപ്നത്തിനകത്തു നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് നിലം പതിക്കുകയാണ്. അത് കവിയെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. അത് നമ്മൾ ഇതിൻ്റെ അർത്ഥമല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുഞ്ചൻ്റെ അതിൻ്റെ അർത്ഥമല്ല, അതിൻ്റെ മേലെയുള്ള അതിൻ്റെ അർത്ഥം തന്നെയാണ്, അതിൻ്റെ ബാക്കി അർത്ഥം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കവിയെ ആഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മതിമനോഹര ശുഭനർത്തനമാടുകയായി മഹിതേ മമ മുന്നിൽ നിന്നു നീ. മലയാള കവിതയായിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികേ നീ നിൻ നടനം നടത്തി. ഒരു മിനിറ്റ്. അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമിളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിതേ. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി. കവിതയോട് നൃത്തം തുടരുവാൻ കവി വീണ്ടും അപേക്ഷിക്കുകയാണ്. വിഭ്രമമാക്കുന്ന വിഷമത്തിൻ്റെ ഹൃദയത്തിൽ വിതച്ചാലും കാവ്യനർത്തകിയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. മലയാള കവിതയുടെ തലമുറയിൽ നിന്നുള്ള ഒരു നാര് മാത്രം മതി തനിക്ക് പ്രശസ്തിയും പെരുമയും ഉണ്ടാകാനെന്ന് കവി പ്രതീക്ഷിക്കുകയാണ്. കവിത നർത്തനം ചെയ്തു പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയുന്നതിനാൽ നിലവിളിയോട് കൂടി കവി അയ്യോ പോകല്ലേ ദേവി എന്ന്. ഒരു മിനിറ്റ്, ഞാനത് ഫുള്ളായിട്ട് പറയാണ് കേട്ടോ. അഞ്ചിക്കുഴഞ്ഞാടു ഗുണമിളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിതേ. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി. വിഭ്രമവിഷവിത്തു വിതയ്ക്കുന്ന ഹൃദ്യമേ വിസ്മരിക്കില്ല ഞാൻ നിന്നുഷസമേ.
തവ തലമുടിയിൽ നിന്നൊരു നാരുപോരും തിരികെ നെഴുത്തഴുകട്ടെ പെരുമയും പേരും പോവുന്നുവോ നീ നിൻ നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോകല്ലേ പോകല്ലേ പോവല്ലേ ദേവി. കവിതയോട് നൃത്തം തുടരുവാൻ കവി വീണ്ടും അപേക്ഷിക്കുകയാണ്. വിഭ്രമമാക്കുന്ന വിഷവിത്തിൻ്റെ ഹൃദയത്തിൽ വിതച്ചാലും കവി നർത്തകിയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുന്നു. മലയാള കവിതയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാര് മാത്രം മതി തനിക്ക് പ്രശസ്തമായും പെരുമയായും ഉണ്ടാക്കാൻ എന്ന് കവി പ്രതീക്ഷിക്കുന്നു. കവിത നൃത്തം നിർത്തിപ്പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ നിലവിളിയോടുകൂടി കവി അയ്യോ പോകല്ലേ ദേവി എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? എന്താണ്? മലയാള കവിതയാണ് കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത്. മലയാള കവിതയാണ് കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മലയാള കവിതയുടെ പ്രത്യേകതകൾ: മലയാള കവിതയെ അതിസുന്ദരിയായ ഒരു നർത്തകിയായാണ് കവി ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകളും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും മലയാള കവിതയെ മനോഹരമാക്കി. പലവിധ കെട്ടിലും മട്ടിലും വിവിധ ഭാഷാഭേദങ്ങളിലും വ്യത്യസ്ത വേഷാലങ്കാരത്തിലുമൊക്കെ മലയാള കവിത ആടി പാടുകയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കാവ്യനർത്തകി എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത്? മലയാള കവിതയെ കാവ്യനർത്തകിയായി കവി സങ്കല്പിക്കുന്നു. കാവ്യനർത്തകി കവിയുടെ മുന്നിൽ കനകച്ചിലങ്ക കിലുക്കിക്കൊണ്ടും കാഞ്ചനകാഞ്ചി കുലുക്കിക്കൊണ്ടും മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. കാവ്യനർത്തകിയുടെ കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങിക്കിടക്കുന്നു. അവളുടെ ചെഞ്ചുണ്ടിൽ പൂപ്പുഞ്ചിരി കതിരിട്ടു നിൽക്കുന്നു. മലയാള കവിത കവിയുടെ മുന്നിൽ മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിന് മണി കെട്ടുകയും ചെയ്ത മലയാള കവിതയോട് കവി വീണ്ടും അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടാൻ അപേക്ഷിക്കുകയാണ്. കവിതയോട് നൃത്തം തുടരാൻ കവി വീണ്ടും അപേക്ഷിക്കുകയാണ്. വിഭ്രമമാകുന്ന വിഷവിത്ത് തൻ്റെ ഹൃദയത്തിൽ വിതച്ചാലും കാവ്യനർത്തകിയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുന്നു. മലയാള കവിതയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാര് മാത്രം മതി തനിക്ക് പ്രശസ്തിയും പെരുമയും ഉണ്ടാകാൻ എന്ന് കവി പ്രതീക്ഷിക്കുന്നു. കവിത നൃത്തം നിർത്തിപ്പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ നിലവിളിയോടുകൂടി കവി അയ്യോ പോകല്ലേ ദേവി എന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വായിക്കാം പറയാം നമ്മൾ ചെയ്തു. ഇനി വരികൾ കണ്ടെത്താമെന്നതാണ് ചെയ്യാനുള്ളത്. ആശയത്തിന് സമാനമായ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തിയിട്ട് കളം പൂർത്തിയാക്കുക. കൂടുതൽ വരികളും അവയുടെ ആശയങ്ങളും കണ്ടെത്തി എഴുതുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ആശയം, മലയാള ഭാഷയുടെ ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ അർത്ഥം, തവ തലമുടിയിൽ നിന്നൊരു നാരുപോരും തരികെ നെത്തഴുകട്ടെ പെരുമയും പേരും. അടുത്തതെന്തായിരുന്നു? ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നതിന്, വിഭ്രമ വിഷവിത്തു വിതയ്ക്കില്ലെങ്കിലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നസുര സുഷമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ കൂട്ടി എഴുതാനുള്ളതാണ്. നമുക്ക് നോക്കാം. പലമാതിരി പല ഭാഷകൾ ഒരു മിനിറ്റ്
പലമാതിരി പല ഭാഷയിൽ പല വേഷങ്ങൾ കെട്ടി പാടുകയും ചേഷ്ടകൾ കാണിക്കുകയും അതുപോലെ തന്നെ ചെയ്യുന്ന കാവ്യ നർത്തകി നീ നിൻ്റെ നൃത്തം തുടരുക. ഇവിടെ കവി വാക്കുകൾ കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തു വിതയ്ക്കുന്നില്ലയും ഹൃദയമേ വിസ്മരിക്കില്ലേ ഞാൻ ഉഷസ്സുമേ. അതിന് എഴുത്തച്ഛൻ്റെ തത്തയെ കൊഞ്ചിക്കുകയും കുഞ്ചൻ്റെ തുള്ളലിന് മണി കൊട്ടുകയും ചെയ്ത മലയാള കവിതയാണ് പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചെയ്യാനുള്ളത് പദങ്ങൾ ഒരു മിനിറ്റ് പദക്കിലുക്കം കേൾക്കുക എന്നുള്ളതാണ്. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. അപ്പോൾ ഈ കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി ഇതുപോലെ ശബ്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരമായ പദങ്ങളും വരികളും കവിതയിൽ നിന്ന് കണ്ടെത്തി ചൊല്ലുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് അടയാളപ്പെടുത്തി തരാം ഞാൻ കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നുള്ളതും കടമിഴിക്കോണുകളിൽ കണ്ടോ പുഞ്ചിരി കണ്ടോ ഇങ്ങനെ വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ലൈനും ഒഴുകുമേ അഴകിൽ ചിന്നി മിന്നി ഇതാ കണ്ടോ നീ വരുന്നത്. പിന്നീട് ഒരു മിനിറ്റേ ഈ രണ്ട് വരിയും ഈ ചെഞ്ചുണ്ട് എന്നൊക്കെ ആവർത്തിച്ച് വരുന്ന ആ ഒരു വരിയിൽ വരിയും എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. വിശേഷണങ്ങൾ ചേർക്കാം. എന്താ പറയുന്നത്? ചിലങ്കയെ കനകച്ചിലങ്കയെന്നും കാഞ്ചിയെ കാഞ്ചന കാഞ്ചി എന്നും കവി വിശേഷിപ്പിക്കുന്നു. ഇത്തരം വിശേഷണങ്ങൾ ചേർന്ന പ്രയോഗങ്ങൾ കവിതയിൽ ഇനിയുമേറെയുണ്ട്. കണ്ടെത്തി എഴുതുക. വിശേഷണങ്ങൾ ചേർത്തു പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തെല്ലാം? അപ്പം ഉത്തരം നോക്കുക. ചെഞ്ചുണ്ട് എന്നതുകൊണ്ട് ചുവന്ന ചുണ്ട് എന്നതിനെയാണ് ചെഞ്ചുണ്ട് എന്ന് പറഞ്ഞ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇനി പൂപ്പുഞ്ചിരി പൂ പോലുള്ള പുഞ്ചിരി എന്നതിനെയാണ് പൂപ്പുഞ്ചിരി എന്ന് പറഞ്ഞ് ഭംഗിയാക്കിയിരിക്കുന്നത്. ശുഭനർത്തനം ശുഭമായ നർത്തനം എന്നതിനെയാണ് ശുഭനർത്തനം എന്ന് പറഞ്ഞ് ആക്കിയിരിക്കുന്നത്. ചുവന്ന ചുണ്ട് പൂ പോലുള്ള പുഞ്ചിരി ശുഭമായ നർത്തനം എന്നൊക്കെ പറഞ്ഞ് എഴുതാം. പക്ഷേ ചെഞ്ചുണ്ട് പൂപ്പുഞ്ചിരി ശുഭനർത്തനം എന്നുള്ളതിനൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഭംഗി അതിന് കിട്ടത്തില്ല. അടുത്ത ചർച്ച ചെയ്യാം, എഴുതാൻ ശ്രദ്ധിക്കാം. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തു വിതയ്ക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നുരശുസുമേ. ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാകുന്നുണ്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ അപ്പം നമുക്ക് എഴുതി നോക്കാം. പല രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയ മലയാള കവിതയെ എന്നും ആകർഷിച്ചിരുന്നു. മലയാള ഭാഷയോടുള്ള കവിയുടെ സ്നേഹം വ്യക്തമാക്കുന്നതാണ് ഈ വരികൾ. മലയാള കവിതയെ തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാനാണ് കവി ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ മലയാള കവിതയോടുള്ള കവിയുടെ അധമൃതമായ സ്നേഹം വ്യക്തമാകുന്നു. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടെത്താം ശേഖരിക്കാം എന്നതാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് എഴുതിയിരിക്കുന്നത്. മറ്റു ഭാഷകൾ കേവലം ധാത്രിമാർന്ന് മറ്റുള്ള ഭാഷകൾ കേവലം വന്നു പോകുന്ന കുറച്ച് സംഭവങ്ങളാണ്. മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് മറ്റുള്ളവർക്കൊക്കെ അതെന്ത് തന്നെയാണ് പറയുന്നത്? മലയാള ഭാഷ ധാത്രിമാർ, അത് ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഷയാണ്. പക്ഷേ മർത്യന്നു അവിടെ ജനിച്ചിട്ടുള്ള ഒരാൾക്ക്
തൻ്റെ ഭാഷ പെറ്റമ്മയാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൂടുതൽ വരികൾ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. മാതൃഭാഷ ദിനത്തിനും ഭാഷോത്സവത്തിലും കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുമല്ലോ. ഉത്തരം നോക്കുക. അപ്പം ഒന്ന് നോക്കുക. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ലെൻ്റെ മലയാളം. മലയാളമെന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 56 അക്ഷരമോ 51 അക്ഷരമോ ഒന്നുമല്ല എൻ്റെ മലയാളം. അതുപോലെ തന്നെ മലയാളം എന്ന 4 അക്ഷരവുമല്ല എൻ്റെ മലയാളം. അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. അത് ആരെഴുതിയിരിക്കുന്നത്? കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ അതും അതിൻ്റെ ഒരു ആൻസറാണ് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ മറ്റൊരു ആൻസറാണിത്. കിളിപാടും മരം, കിളിമരം, കുളിരോലും മഴ, കുളിർമഴ, കളമധുരം മൊഴി, കളമൊഴി, കിളിചൊല്ലും മൊഴി, കിളിമൊഴി, മധു നിറയും മലർ, മധുമലർ, മലർ വിരിയും വനി, മലർവനി, മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം. അത് എഴുതിയിരിക്കുന്ന ONV ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി മരമാണ് കിളിമരം, കുളിരോലും മഴയാണ് കുളിർമഴ, കളമധുരം, മൊഴി, അങ്ങനെ പറഞ്ഞ ഓരോരോ സംഭവങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വർണ്ണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കിളിപ്പാട്ട്, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, കിളിപ്പാട്ട് എന്നൊക്കെ ഞാൻ പറയുന്നത് കിളിപ്പാട്ടല്ല, നമ്മുടെ മൊഴി പൊഴിയും അഴകെന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വരുന്ന പാഠം എന്ന് പറയുന്ന വാക്ക് എന്ന ഒരു പാഠമാണ്. കാരണം നമ്മളിപ്പോഴും പഠിച്ചത് വാക്കിൻ്റെ വിലയെക്കുറിച്ചും കുറേ നമ്മൾ ഫസ്റ്റ് ആ വാക്കിൻ വിരൽ തൂങ്ങി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി വാക്ക് എന്നൊരൊറ്റ അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ് കാണാം. ബൈ ബൈ.